ശ്രീ പി സന്തോഷ് കുമാർ, താങ്കളുടെ പാർട്ടിക്കടക്കം പ്രതീക്ഷയുണ്ടായിരുന്ന മണ്ഡലങ്ങളൊക്കെ കൈവിട്ടു പോയി. ഇടതു പാർട്ടികൾക്കെതിരെ അടക്കം വലിയ വിമർശനമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. ഈ പരാജയം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കനത്തതും നിരാശാജനകവുമാണ് എന്ന കാര്യം ഞാൻ മറച്ചു വെക്കുന്നില്ല. എന്റെ പാർട്ടിയുടെ പ്രകടനത്തിൽ, പൊതുവിൽ ഇടതു പാർട്ടികളുടെ പ്രകടനത്തിൽ, ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടനത്തിൽ ഞങ്ങൾ അത് വളരെ വലിയൊരു പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. സ്വാഭാവികം. രണ്ടാമത്തെ കാര്യം, ഈ ഫ്രീ ബീസ് നമ്മുടെ സമൂഹത്തിൽ ജനാധിപത്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചലനങ്ങളൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടു, പല ഗവൺമെന്റുകൾ ഉപയോഗിച്ചു. പക്ഷെ വോട്ടെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസം, നോട്ടിഫിക്കേഷൻ പ്രഖ്യാപനത്തിന്റെ തലേ ദിവസം 10,000 രൂപ കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ബീഹാറിൽ പോയിട്ട് അത് അഴിമതിയാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം പക്ഷേ ഇത് അതിഭീകരമായിരിക്കുന്ന ഒരു പ്രശ്നമല്ലേ? അങ്ങനെ അത് ഇവരെന്തെല്ലാം പറഞ്ഞാലും ആ 10,000 സ്ഥാപിച്ചില്ല ആർക്കാണ് പറയാൻ പറ്റുക? പക്ഷെ അത് തന്നെയാണ് ശ്രീ സന്തോഷ് കുമാർ താങ്കളുടെ മുന്നണി കേരളത്തിലും ചെയ്തതെന്നുള്ളതാണ് സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ സന്തോഷ് കുമാർ, ശ്രീ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് എത്ര ദിവസം മുമ്പാണ് കേരളത്തിൽ ക്ഷേമപെൻഷൻ കൂട്ടിയത്? എന്ത് ചെയ്യും? അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് അത് പിന്നെ കൊടുത്തോ ഇല്ലോ പ്രഖ്യാപിച്ചാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ അതേ സാഹചര്യമാണ് ഈ ബീഹാറിൽ ഇപ്പൊ കൊടുത്തിരിക്കുന്നതാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് അതിന് ഉത്തരവുണ്ടോ? അപ്പൊ രണ്ടും ഒന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ഉത്തരം പറയാം. ബീഹാറിൽ ഈ കൊടുത്തത് സ്ത്രീകൾ ദിവസങ്ങളോളം സമരം ചെയ്തു, കേരളത്തിൽ സമരം ചെയ്തു, വീട്ടിൽ പോകാതെ സ്ത്രീകൾ തെരുവിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നവരെ എന്തുകൊണ്ട് അനങ്ങാതിരുന്നു എന്നാണ് ചോദിച്ചത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി.